നമ്മൾ വേഗത്തിൽ ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് അഭിനയിക്കാൻ നമുക്ക് പറ്റത്തില്ല. ആമേൻ. അതിനുവേണ്ടി ജഡത്തിൽ ഇളക്കാൻ പറ്റത്തില്ല. ഒരു പാട്ട് പാടി പാട്ടിൻ്റെ വേഗതയൊക്കെ കൂട്ടി നമ്മളൊന്ന് ഇക്കിളിപ്പെടുത്തി അല്ലെങ്കിൽ ഒന്ന് വികാരത്തിലാക്കി അത് ആത്മാവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. ആമേൻ. നമ്മൾ കർത്താവിൻ്റെ ജെനുവിനായ നേരെയുള്ള അല്ലെങ്കിൽ പിതാവിൽ നിന്ന് തന്നെ ജനിച്ച മക്കളായതുകൊണ്ട് നമുക്ക് കാപട്യങ്ങളൊന്നും പറ്റത്തില്ല. പലരും ചിന്തിക്കും എന്തുകൊണ്ട് നമ്മളിവിടെ പാട്ട് പാടി കൈയടിച്ച് ഇളക്കാത്തത്. അത് ദേഹിയിലാണ്. സമയമെടുത്താലും നിങ്ങൾ മനുഷ്യൻ ബലപ്പെട്ട് ആത്മാവിൽ ദൈവസാന്നിധ്യം നിറഞ്ഞ് അത് നിങ്ങളുടെ ദേഹിയിലേക്ക് ഒഴുകി അത് നിങ്ങളുടെ കരങ്ങളെയൊക്കെ ബലപ്പെടുത്തി നാവിനൊക്കെ ബലപ്പെടുത്തുമ്പോൾ ശരിയായിരിക്കുന്ന സ്തുതിയും സ്തോത്രവും ആരാധനയും വെളിപ്പെടും. ആമേൻ. അതുവരെ കാത്തിരിക്കാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്, ക്ഷമ ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് ആരാധന ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ആത്മാവിൽ നിന്ന് ഒഴുകുന്നില്ലെങ്കിൽ മൗനമായിട്ടിരിക്കുന്നതാണ് ഏറെ നല്ലത്. ഹല്ലേലൂയ. ആത്മാവ് ബലപ്പെടാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കുകയാണ്. ചില പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടപെടൽ പെതുക്കെയായിരിക്കും. അത് കർത്താവിൻ്റെ പദ്ധതിയിലുള്ള കാര്യങ്ങളായത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ദീർഘമാസങ്ങളായിട്ട് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് വീണ്ടും 30 days ഫാസ്റ്റിംഗ് പ്രയറിലാണ്. ഇന്ന് 30 days ഫാസ്റ്റിംഗ് പ്രയർ തീരുമെങ്കിലും ഫാസ്റ്റിംഗ് എടുത്തവർ പ്രത്യേകിച്ച് പാസ്റ്റർ സുബോധ് ഫ്രം തെലങ്കാന, അത് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ മിഷണറിയാണ്. ഒപ്പം ഷദ്രക് ഫ്രം കാനഡ, ഇവരെല്ലാം ഫാസ്റ്റിങ് ആത്മനിയോഗത്തിൽ അവർ വീണ്ടും നീട്ടുകയാണ്. ആമേൻ. സുബോധ് പാസ്റ്റ് 21 days ഫാസ്റ്റിംഗ് ഇന്ന് തീരണം. പക്ഷേ അദ്ദേഹം അതിനെ 40 മാറ്റി. ഷദ്രകിൻ്റെ ഫാസ്റ്റിങ് ബുധനാഴ്ച തീരും. 30 days നിയോഗമുണ്ടെങ്കിൽ അദ്ദേഹം മുന്നോട്ട് പോകും. ആമേൻ. കഴിഞ്ഞ നമ്മുടെ ഫാസ്റ്റിംഗ് 40 days ഫാസ്റ്റിംഗ് ഒരു വർഷം മുഴുവൻ നമ്മൾ 40 days വീതം പല അഭിഷിക്തന്മാരും ഉപവസിച്ചു. സീസൺ 8 വരെ അല്ലേ, 8 സീസൺ നമ്മൾ 40 days ഉപവസിച്ചു. ദൈവം പറഞ്ഞു ഇനി മറ്റാൾക്കാർ ഇവിടെ കൊണ്ടുവന്നിരുത്തി അവർ ഉപവസിക്കും. ആമേൻ. അന്ന് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഉപവസിക്കാൻ ഈ പ്രാവശ്യം ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കി ഉപവസിച്ചാൽ ശരിയാകത്തില്ല എന്ന്. പക്ഷെ ദൈവം കാനഡയിൽ നിന്നും ആളെ കൊണ്ടുവന്നു ഫാസ്റ്റ് ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. ഒരു കനേഡിയൻ പൗരൻ വന്ന് ഇവിടുന്ന് ഉപവസിക്കുകയാണ്. പശുബോധം നമ്മുടെ കൂടെയുണ്ട് വർഷങ്ങളായിട്ട്. അദ്ദേഹം വന്നിട്ട് ഉപവസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ദൈവം ഇനിയും ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ഉപവസിക്കും. ഇതൊരു വലിയൊരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ജനം ഇവിടെ വന്ന് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ മാറാൻ പോവുകയാണ്, മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്, അത്ര മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇപ്പം ഷദ്രക്ക് പറയാറ് കാനഡയിലെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ ഫാസ്റ്റിങ്, 12 കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കും. ഇതാണ് അവിടുത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫാസ്റ്റിങ്. കറക്റ്റ്? ആം ഐ റൈറ്റ്? ആ കൾച്ചറിലുള്ള ആൾ അവിടെ വന്നിരുന്നിട്ട് 30 days 40 days ഒക്കെ ഫാസ്റ്റിംഗ് എടുക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഒരു വലിയ ഉണർവ്, ഗ്രേറ്റ് അവേക്കണിങ്, ഗ്രേറ്റ് റിവൈവൽ ആൻഡ് റെഫർമേഷൻ,
വലിയൊരു ഉണർവും നവീകരണവും നമ്മുടെ മുമ്പിലുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മളെയും നമ്മളെപ്പോലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനേകരെയും ദൈവം ലോകത്തിൻ്റെ അതാത് ഭാഗങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, അനേക സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ നിരന്തരമായി ഒരുപക്ഷെ നമ്മളെക്കാൾ തീവ്രതയോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ആമേൻ. നമ്മളെക്കാൾ തീവ്രതയോടെ പ്രാർത്ഥിക്കുന്ന, രാവും പകലും പ്രാർത്ഥിക്കുന്ന അനേക ഭക്തന്മാരുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം ഈ ലോകത്തെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു. ഇന്ന് ഈ ലോകം അതിൻ്റെ അന്ത്യത്തിൽ, അവസാന നിമിഷത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അത്രമാത്രം പാപം പെരുകുന്ന ഈ ലോകത്ത് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ വലിയ കൃപ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. വർദ്ധിപ്പിച്ച് വലിയൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. അതിൽ നാമും ചേരുവാൻ ദൈവം നമ്മെ കാലങ്ങളായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന കർത്താവിൻ്റെ ഹിതമാണ്. കർത്താവിൻ്റെ വരവ് വരെ ഈ പ്രാർത്ഥന, ഉപവാസങ്ങൾ തുടരും എന്നാണ് ആത്മാവിലുള്ള എൻ്റെ ബോധ്യം. ദൈവം അതിനുവേണ്ടി അനേകമായ ആൾക്കാരെ ഇവിടെ കൂട്ടിവരുത്തും. ഇപ്പം നമുക്ക് രാവിലെ 5 മണി തുടങ്ങി പ്രാർത്ഥന ആരംഭിക്കുന്നു. 5 മണിയുടെ സെഷൻ ഷേർലിയാണ് ലീഡ് ചെയ്യുന്നത്. ആ പ്രാർത്ഥന വൈകുന്നേരത്ത് 6 മണി വരെ കത്തുർമേശയുടെ കൂടെ അവസാനിക്കുകയും 6 മണി തൊട്ട് വീണ്ടും 10 മണി വരെ ഞാനിവിടെ ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. മിഡ് നൈറ്റിൽ പാസ്റ്റർ സുബോധ് പ്രയർ ലീഡ് ചെയ്യുന്നു. 24 hours നമുക്കുണ്ടോ? ഇല്ല. എന്നാൽ ഏകദേശം 24 hours ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആത്മാവിൻ്റെ നിയോഗം എല്ലാവർക്കുമുണ്ട്. സമയം കിട്ടുന്ന പോലെ ഇപ്പോൾ രാവിലെ വരേണ്ടവർക്ക് രാവിലെ വന്ന് പ്രാർത്ഥിക്കാം. 5 മണിക്ക് ഇവിടെ ഹോള് തുറന്ന് പ്രാർത്ഥന നടക്കുകയാണ്. ഇനി വൈകിട്ട് വരേണ്ടവർക്ക് വൈകിട്ട് 6 മണി കഴിഞ്ഞ് വരാം. ഓഫീസിലൊക്കെ പോയിട്ട് വന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് പോകാം. ഇല്ല, ഇനി മിഡ് നൈറ്റിൽ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? മിഡ് നൈറ്റിൽ പ്രാർത്ഥിക്കാം. ദൈവം നമുക്കങ്ങനെയുള്ള ക്രമീകരണം തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത്, ഇതിനകത്ത് കയറുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അകത്ത് കയറിയവൻ, ഡെയിലി പ്രാർത്ഥിക്കുന്നവൻ വെളിയിലിറങ്ങി ഒരു 5 മിനിറ്റ് ലോകത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ പുള്ളി അകത്ത് തിരിച്ച് കയറത്തില്ല. 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥനയുടെ തീ കെട്ടുപോകും. ആമേൻ. ആത്മാവിനെ കെടുക്കരുത് എന്നൊരു വചനമുണ്ട്. ഡു നോട്ട് ക്വഞ്ച് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ കെടുക്കരുത്. ക്വഞ്ച് എന്ന പദമാണ്. ഡു നോട്ട് ക്വഞ്ച് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഒരു വിളക്ക് കത്തിച്ച് വെച്ചത്, ഇന്നിപ്പം വിളക്കൊന്നുമില്ലല്ലോ, എങ്കിലും ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചത് നമ്മൾ ഊതിക്കെടുത്തുന്ന പോലെ നമുക്ക് നമ്മുടെ അകത്തുള്ള ആത്മാവിൻ്റെ ജ്വലനത്തെ, നമ്മുടെ പ്രാണനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ ആ ജ്വലനത്തെ തണുപ്പിക്കാൻ പറ്റും, അണച്ചു കളയാൻ പറ്റും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ പോലും വെളിയിൽ പോയി കാര്യം പറഞ്ഞാൽ അവർക്ക് പിന്നെ അകത്തോട്ട് കയറാൻ മനസ്സുണ്ടാകത്തില്ല. പെട്ടെന്ന് അതങ്ങ് അടഞ്ഞു പോകും. അപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ പറയേ വേണ്ട. ലോകത്തിൽ പോയി ജോലി ചെയ്ത്, സ്കൂളിൽ പോയി, കോളേജിൽ പോയി, മറ്റെല്ലാ കാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നത്തേയില്ല. നിങ്ങളുടെ കുഴപ്പമല്ല. പ്രാർത്ഥന വളരെ 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 ഹാർഡാണ്. വളരെ കാഠിന്യമേറിയ അവസ്ഥയല്ല പ്രാർത്ഥന പോകുന്നത്. ഈസി ആയിട്ടല്ല പ്രാർത്ഥന പോകുന്നത്. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 12 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഒരു 14 മണിക്കൂറൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ. ആ 12 മണിക്കൂർ അസാധാരണമായ യുദ്ധമാണ് നടക്കുന്നത്. ആമേൻ. ഞാൻ ആരെയും കുറ്റം പറയാത്തത്, പ്രാർത്ഥിക്കാൻ വരാത്തതിനും പ്രാർത്ഥിക്കാത്തതിനൊക്കെ കുറ്റം പറയാത്തത്, അല്ല പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ കുറ്റം പറയാത്തത്, ഇതിൻ്റെ കാഠിന്യം ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഇത്രയെങ്കിലും വരുന്നല്ലോ, സ്തോത്രം.
കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. 5 മിനിറ്റെങ്കിലും വരുന്നല്ലോ, വന്നുറങ്ങിയാണെങ്കിലും പ്രാർത്ഥിക്കുന്നല്ലോ, അതെല്ലാം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. വലിയ ദൗത്യത്തിൽ നമ്മെ ദൈവമാക്കിയിരിക്കുക. അതിൻ്റെ അകത്ത് ചെറിയൊരു പാർട്ടെങ്കിലും വഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് വളരെ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. എങ്കിലും ഉത്സാഹിപ്പിക്കുകയാണ്. ആഗ്രഹിച്ചാൽ കോളേജിൽ പോകുന്നവർക്കൊക്കെ കോളേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറ്റും, അല്ലേ? അല്ലെ വീട്ടിൽ പോയി ഭക്ഷണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. നമുക്ക് സമയം 5 മണിക്കുണ്ട്. 5 മണിക്ക് എഴുന്നേറ്റാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. വൈകിട്ട് 6 മണി കഴിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. മിഡ് നൈറ്റിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഇത് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ അതിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിനെ അണച്ചു കളയാതെ, ഇത് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുകയാണ്. അവൻ തൻ്റെ സാന്നിധ്യത്താൽ നമ്മുടെ പ്രാണനെ നിറയ്ക്കുകയാണ്, നമ്മുടെ ദേഹിയെ. ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ പ്രാണനിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാണൻ ചൂട് പിടിക്കത്തില്ല. ഓൾറെഡി തണുത്ത് മരവിച്ചിരിക്കുക. ആത്മീയ കാര്യത്തിന്, പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പ്രാണൻ തണുത്ത് മരവിച്ചതാണ്, ഒരു ചൂടുമില്ല. ഒരു താല്പര്യം. പക്ഷേ ലോകകാര്യത്തിന് വേണ്ടിയോ, സോഷ്യൽ മീഡിയ കാണാൻ, അവിടെ ആക്റ്റീവാകാൻ, കളിക്കാൻ, സ്പോർട്സ് എന്ന് വേണ്ട ഏതിനും നമ്മുടെ പ്രാണൻ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഉത്സാഹത്തിലാണ്. ദൈവപ്രവർത്തിക്കോ തണുത്ത് മരവിച്ചത്. അവിടെയാണ് നമ്മുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പ്രാണനെ ജ്വലിപ്പിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമെന്താ? ബലഹീനമല്ല. ഇസ് ഇറ്റ് ഡെഡ്? ബലഹീനമെന്ന് കർത്താവ് നമ്മളൊന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണ്. ഡെഡാണ്, അല്ലേ? വേറെ വാക്യമുണ്ടല്ലോ, അതെന്താണ്? ഡെഡാണ്, മരിച്ച അവസ്ഥയിലാണ്. അതിനെ ജ്വലിപ്പിക്കാൻ ദൈവാത്മാവിൽ നമ്മൾ ആശ്രയിക്കണം എല്ലായ്പ്പോഴും. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സാൽവേഷൻ ഓഫ് അവർ സോൾ. അതൊരു തിയോളജിക്കൽ ടോപ്പിക്കായിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ വചനം പഠിക്കുകയല്ല. ആമേൻ. പ്രാണൻ്റെ രക്ഷ അതൊരു തിയോളജിക്കൽ വേ ഓഫ് അപ്രോച്ച് അല്ല നമ്മൾ കാണുന്നത്. നമ്മളതിൻ്റെ തിയോളജിയും അതിൻ്റെ കാലങ്ങളൊന്നും കാണുകയല്ല. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ പ്രാണനിൽ അനേകമായിരിക്കുന്ന തകർച്ചകൾ, പ്രശ്നങ്ങൾ, പിശാചിൻ്റെ മറവിടങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ സൗഖ്യമായി പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മനിയോഗത്തിനൊത്ത് നടക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ പ്രാണനിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ പ്രാപിക്കുന്ന ആത്മനിറവ് ചോർന്നു പോകുന്നത്, അല്ലേ? ചോർന്നു പോകുന്നത് നമ്മുടെ പ്രാണനിൽ ഇത്രമാത്രം അശുദ്ധികൾ കിടക്കുന്നുണ്ടാണ്. ഞാൻ നിങ്ങൾ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, നമ്മുടെ അകത്ത് കിടക്കുന്ന അശുദ്ധികൾ ഒന്ന് കാണാൻ ഭയങ്കര കൃപ ചോദിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് കിടക്കുന്ന, പ്രാണനിൽ കിടക്കുന്ന അശുദ്ധികൾ, തകർച്ചകൾ, പാപങ്ങൾ എത്ര ഭയാനകമാണെന്ന് അതിനെ ഓരോന്നായി തിരിച്ചറിയാൻ ഭയങ്കര കൃപ ചോദിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സൗഖ്യമാകാൻ പറ്റത്തില്ല. നമ്മൾ തെറ്റായിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളിൽ പെട്ടുപോകും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ തകർച്ചകളെക്കുറിച്ചറിയാം. ഞാനൊരു വാക്യം വായിച്ചിട്ട് വരാം. നമുക്കൊരു വാക്യം വായിക്കാം. യെഹെസ്കേലിൻ്റെ പ്രവചനത്തിൽ 36-ാം അധ്യായം 26-ാം വാക്യം. അനേക പ്രാവശ്യം
നമ്മൾ വായിച്ച വാക്യങ്ങളാണ്, പറയുന്ന ഭാഗങ്ങളാണ് 36:26. അവിടെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് ഒരു പുതിയ ഹൃദയമാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ആമേൻ. പുതിയ ആത്മാവിനെ തരും, എൻ്റെ ആത്മാവിനെ തരും. ഇപ്പം നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലുണ്ട്. ഇപ്പം നിയമപരമായി നമുക്ക് എന്തുണ്ട്? നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ദൈവാത്മാവ് തന്നില്ലേ? അവിടെ 3 കാര്യം വാഗ്ദത്തം ചെയ്യുക. അതാണ് പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, എൻ്റെ ആത്മാവ്. 3 കാര്യം. ന്യൂ ഹാർട്ട്, ന്യൂ സ്പിരിറ്റ്, മൈ സ്പിരിറ്റ്. പുതിയ ഹൃദയം മാനസാന്തരപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ പുതിയ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കുന്ന മനുഷ്യാത്മാവാണ്, നമ്മുടെ ആത്മാവാണ്. മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ 3 കാര്യമാണ് ദൈവം വാഗ്ദത്തം ചെയ്തത്. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് ആരും മനസ്സിലായി, നമ്മുടെ അകത്ത് നമ്മുടെ മനുഷ്യാത്മാവ് വീണ്ടും ജനിച്ചു, ദൈവമായിരിക്കുന്ന ബന്ധത്തിലേക്ക് മടങ്ങി വന്നു, ദൈവജീവൻ പ്രാപിച്ചു, ദൈവത്തിൽ നിന്നും ജനിച്ചു. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വാസം തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തും കിട്ടിയിരിക്കണം? പുതിയ ഹൃദയം. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ കൺഫ്യൂഷനാണ്, നിങ്ങൾക്കല്ല എനിക്ക്. എന്ത് ഈ പുതിയ ഹൃദയം? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള നമുക്ക് ഉറപ്പാണ്, നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആത്മാവിനെ. നമുക്ക് പുതിയ മനുഷ്യനുണ്ടായി, നമ്മുടെ അകത്തെ മനുഷ്യൻ നമുക്കറിയാം. പക്ഷെ അതിൻ്റെ കൂടെ ലഭിക്കേണ്ടതല്ലേ പുതിയ ഹൃദയം? നമുക്ക് നിയമപരമായി പുതിയ ഹൃദയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. മാനസാന്തരപ്പെടണമെങ്കിൽ എന്ത് വേണം? പുതിയ ഹൃദയം. പക്ഷെ നമ്മുടെ ഹൃദയം വചനം പറയുന്ന പോലെ മൊത്തത്തിൽ പുതുതായിട്ടില്ല. ഇതിനകത്ത് ധാരാളമായ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടം എടുത്തിട്ടാണ് ദൈവ ഹൃദയത്തെ മുഴുവനും പുതുതാക്കുന്നത്. എന്താ കാരണം? നാം അനുവദിച്ചെങ്കിലേ, നാം അനുവദിച്ചു കൊടുക്കുന്ന അളവിൽ മാത്രമേ ദൈവത്തിന് എന്നെ പണിയാൻ പറ്റൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മോശ വടിയെടുത്തടിച്ചാലും പറഞ്ഞാലും ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിന് പാറയെ പിളർന്ന് ജലം പുറപ്പെടുവിക്കാൻ പറ്റും. കൽപ്പിക്കാൻ പറഞ്ഞെടുത്തും പുള്ളി കയറി അടിച്ചു. പക്ഷെ ശക്തി പുറപ്പെട്ടു, പാറയെ പിളർത്തി ജലം പുറപ്പെടുവിച്ചു. പക്ഷേ മോശയുടെ അകത്തിരിക്കുന്ന കോപത്തെ മാറ്റാൻ ദൈവം പരാജയപ്പെട്ടു. പാറയെ തകർത്ത് ജലം പുറപ്പെടുവിക്കുന്ന ശക്തി പോരാ മോശയുടെ പ്രാണനെ സൗഖ്യമാക്കാൻ. അതുകൊണ്ട് നമ്മൾ കൊലോഷ്യൻസ് 1:11 കഴിഞ്ഞ അങ്ങേ ആഴ്ച ചിന്തിച്ചത് എന്താ? കൊലോഷ്യൻസ് 1:11. ഇപ്പം തുറക്കണ്ടായിരുന്നു ബൈബിള്. എന്താ 1:11? പ്രാർത്ഥന എന്താണ്? പൗലോസിൻ്റെ പ്രാർത്ഥന എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വല്ലഭത്വം, the might of his glory, the power of his glory, ദൈവത്തിൻ്റെ തേജസ്, അതിൻ്റെ വല്ലഭത്വം, അതിൻ്റെ ശക്തിക്കൊത്തവണ്ണം നമ്മുടെ പ്രാണനിൽ പൂർണ്ണ സഹിഷ്ണുതയും ദീർഘക്ഷമയും ഉണ്ടാകാൻ നാം ശക്തിയോടെ ബലപ്പെടണം. നമ്മുടെ പ്രാണനിൽ ശക്തിയോടെ ബലപ്പെടണം. എന്തിനാ? സകല സഹിഷ്ണുതയ്ക്കും
ദീർഘക്ഷമയ്ക്കും. അപ്പോൾ സഹിഷ്ണുതയും ദീർഘക്ഷമയും അതാണൊരു മെച്വേർഡ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ സൈൻ. ഒരു മെച്വേർഡ് പരിപക്വമായ സഭയുടെ, ലോക്കൽ സഭയുടെ സൈൻ എന്താണ്? അടയാളം എന്താണ്? സഹിഷ്ണുതയും ദീർഘക്ഷമയും. ഒരു അപ്പോസ്തോലൻ്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താണ്? സഹിഷ്ണുതയും ദീർഘക്ഷമയും. ഹല്ലേലൂയ. അതെവിടെ വരേണ്ടത്? എൻ്റെ ദേഹിയിൽ, എൻ്റെ പ്രാണനിൽ, എൻ്റെ ഹൃദയത്തിൽ. അതിനെനിക്ക് എന്തു വേണം? ദൈവ തേജസ്സിൻ്റെ ശക്തി, ദ മൈറ്റ് ഓഫ് ഹിസ് ഗ്ലോറി, ദ പവർ ഓഫ് ഹിസ് ഗ്ലോറി, അതെന്നിൽ നിറഞ്ഞ് എൻ്റെ പ്രാണനെ സൗഖ്യമാക്കി എന്നെ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ എൻ്റെ അകത്ത് പൂർണ്ണ സഹിഷ്ണുതയും ദീർഘക്ഷമയും വരുത്തുള്ളൂ. അത് രണ്ടും വന്നാൽ ബാക്കിയെല്ലാം വന്നു. ഹല്ലേലൂയ. പാറയെ പിളർത്തി വെള്ളം പുറപ്പെടുവിക്കുന്ന ശക്തി പോരാ എൻ്റെ പ്രാണനിൽ ദീർഘക്ഷമയും സഹിഷ്ണുതയും കൊണ്ടുവരാൻ. അത്ര മനസ്സിലാകുമോ? ചെകിടനോട് കൽപ്പിച്ചാൽ ആ ചെവി തുറന്നു വരും. ഊമനോട് കൽപ്പിച്ചാൽ ഊമൻ്റെ വാ തുറന്നു വരും. മത്സ്യത്തോട് കൽപ്പിച്ചാൽ പണവുമായിട്ട് വന്നിങ്ങനെ നിൽക്കും, എന്നെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പത്രോസിൻ്റെ അകത്തിരിക്കുന്ന അശുദ്ധി മാറ്റാൻ കർത്താവിൻ്റെ ഈ ശക്തി പോരാ. ശരിയല്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ഗ്രഹിക്കുന്നില്ലയോ? യേശു ഒറ്റ വാക്കുകൊണ്ട് മുടന്തനെ സൗഖ്യമാക്കി, ഊമനെ സംസാരിപ്പിച്ചു, ചെകിടൻ്റെ ചെവി തുറന്നു, മത്സ്യത്തെ പണവുമായി നീന്തി വന്നിക്കുക എന്നെ പിടിക്കെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ യേശുവിന് തൻ്റെ ശക്തി കൊണ്ട് പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി മാറ്റാൻ പറ്റത്തില്ല. മാറ്റണമെങ്കിൽ പത്രോസ് അങ്ങനെ സമർപ്പിച്ചു കൊടുക്കണം. ഫിസിക്കൽ മിറക്കിൾസ്, സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ്, ഇതൊക്കെ നടത്താൻ ദൈവത്തിന് ഒറ്റ വാക്ക് മതി. പക്ഷെ പത്രോസിനെ നേരാക്കി എടുക്കാൻ കുറേ വർഷമെടുക്കും. നിങ്ങൾ ഞാനുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ? അതിനാ കൊലോഷ്യൻസ് 1:11 വെച്ചിരിക്കുന്നത്. അത്ര വലിയ പവർ, തേജസ്സിൻ്റെ ശക്തി നമ്മുടെ അകത്ത് നിറഞ്ഞ് 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 നമ്മുടെ പ്രാണനെ സൗഖ്യമാക്കി സൗഖ്യമാക്കി സൗഖ്യമാക്കി. അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ എൻ്റെ പ്രാണൻ സൗഖ്യമാകത്തുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് കാര്യം മനസ്സിലായി നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നുള്ളത്. ആമേൻ. നമ്മുടെ ലക്ഷ്യം മനസ്സിലായി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അളവ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും. ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്, ദ 7 സ്പിരിറ്റ്സ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ, ആത്മാവിൻ്റെ അത്യന്ത ശക്തി, ഇതൊക്കെ ചോദിക്കാം, പ്രാപിക്കാം. പക്ഷെ ഇങ്ങോട്ട് വന്നത് 3 മിനിറ്റ് കഴിയുമ്പോൾ പിന്നില്ല, ചോർന്നു പോയി. പ്രാപിക്കാത്തതല്ല പ്രശ്നം, പകരാത്തതുമല്ല പ്രശ്നം. പകർന്നതിനെ ചോർത്തിക്കളയാതെ, നഷ്ടപ്പെടുത്തിക്കളയാതെ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ നമ്മുടെ പ്രാണന് പറ്റുന്നില്ല. ആമേൻ. അപ്പം നമുക്കിപ്പോൾ എന്താ ആവശ്യം? നമുക്ക് പരിശുദ്ധാത്മാവും വേണം, നമ്മുടെ ഹൃദയം സൗഖ്യമാകുകയും വേണം. ആത്മാവ് വന്നെങ്കിലേ സൗഖ്യം നടക്കത്തുള്ളൂ. പക്ഷെ വരുന്ന ആത്മാവിൻ്റെ ശക്തിയെ ചോർത്തിക്കളയുന്ന അത്രയും വലിയ അശുദ്ധികൾ, വിള്ളലുകൾ എൻ്റെ പ്രാണനിലുണ്ട്. മോശ
ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു ഭാഗമുണ്ട്, 6-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 6, 30-6. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. അവർക്ക് ജഡത്തിൽ പരിച്ഛേദന കർമ്മമുണ്ട്. അത് ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ അടയാളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഹൃദയത്തിൽ വചനം സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഹൃദയത്തിൽ നിന്നും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ പിതാവാം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താ? ഹൃദയം അത്ര കാഠിന്യമാണ്. ദൈവം പറയാം, ഞാൻ നിങ്ങൾക്ക് തരും. മോശ പറയാണ്, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യും? പരിച്ഛേദന കഴിക്കും. എഗസ്കേൽ പറയുക, പുതിയ ഹൃദയം തരും. എൻ്റെ വിഷയം അതല്ല. ഈ പുതിയ ഹൃദയം നിയമപരമായി കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ആ പൂർണ്ണത വന്നിട്ടില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് അനേകമേറിയ തകർച്ചകളുണ്ട്. ഞാൻ അവിടെ നിർത്തിയിട്ട് 1 കൊരിന്ത്യർ 2:16 വരാം. അതോട് വായിച്ചിട്ട് നമുക്ക് ചില ആത്മീയ മർമ്മങ്ങളൊന്ന് ധ്യാനിക്കാം. 1 കൊരിന്ത്യർ 2:16. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. എന്താണ്? നമുക്കെന്തുണ്ട്? ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. ഉണ്ടോ എന്ന് വചനം പറഞ്ഞിരിക്കുക. നമുക്കുണ്ടോ? സത്യമായിട്ടുമില്ല. നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ സൗഖ്യമാകട്ടോ. ഒന്നും മറച്ചു വെക്കണ്ട, അങ്ങ് പറഞ്ഞാൽ മതി. കർത്താവേ ഇല്ലെന്നങ്ങ് പറ. പുതിയ ഹൃദയം ഉണ്ടോ? ഒഫീഷ്യലി ഉണ്ട്, എന്നാൽ ഇല്ലതാനും. കർത്താവിൻ്റെ മനസ്സുണ്ടോ? ഒഫീഷ്യലി ഉണ്ട്, എന്നാൽ അതിൻ്റെ ലേശം പോലും നമ്മുടെ അകത്തില്ല. ഇത് സത്യമല്ലേ? ഇത് യാഥാർത്ഥ്യമല്ല ഞാനീ പറയുന്നത്. യെസ്, പൗലൂസ് വ്യക്തമായി പറയാ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അതിൻ്റെ മുകളിൽ പറഞ്ഞ കാര്യം എന്തുവാ? കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ. എൻ്റെ പൊന്നെ, പൗലൂസ് എന്തിനാ ഈ വേണ്ടാത്ത പണിയൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? എന്തുവാ? നിങ്ങൾ കേട്ടില്ല വായിച്ചത്? എന്താണ് വായിച്ചത്? കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ പഠിപ്പിക്കാകുന്നവനാർ. കമോൺ. നമ്മുടെ പൊസിഷൻ കണ്ടോ? കർത്താവിന് ചില കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ. അല്ലെ, ഐ എം സോറി, ഞാൻ വായിച്ചതിൻ്റെ കുഴപ്പമാണെങ്കിലേ ഞാൻ ഇംഗ്ലീഷിൽ നോക്കിയില്ല. ഇനി എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വല്ല കുഴപ്പമുണ്ടോ, ട്രാൻസ്ലേഷൻ്റെ വല്ലതും കുഴപ്പമുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. എൻ്റെ ബൈബിൾ ഒരു 10-30 ബൈബിളുണ്ട്, അതുകൊണ്ടാണ് നോക്കുന്നത്. For who has known the mind of the Lord that he may instruct him. കറക്റ്റാ, മലയാളം കറക്റ്റാ. കർത്താവിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റിയവൻ ആരാണെന്ന്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. കേട്ടെ, നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സാണ് നമുക്ക്. ആണോ? അല്ല. ആകുമോ? ആകും. എപ്പോഴാകും? തൊട്ടു മുകളിൽ 3 കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടൻ്റെ പേരാണ് നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ. എന്നുവെച്ചാൽ പ്രകൃതിദത്തമായി ജനിച്ച് ജീവിക്കുന്നവൻ എന്നർത്ഥം. നാച്ചുറൽ. അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ വന്നിട്ടില്ല, ദൈവത്തിൻ്റെ ആത്മ വന്നിട്ടില്ല, പുതിയ ഹൃദയമില്ല,
വീണ്ടും ജനനമില്ല, ദൈവാത്മാവില്ല, ലോകമനുഷ്യൻ. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ സഭയ്ക്കകത്തുമുണ്ട്. അവർ ലോകമനുഷ്യരാണ്, നാച്ചുറൽ മാനാണ്. പക്ഷെ സഭയ്ക്കകത്ത് അങ്ങനെ വലിയ ഗ്രൂപ്പുണ്ട്. അപ്പനും അപ്പൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ വിശ്വാസികളായതുകൊണ്ട് കൊച്ചുമക്കളും എന്താണ്, വിശ്വാസികളായി രാവിലെ ബൈബിളും എടുത്ത് പള്ളിയിൽ പോകും. പക്ഷെ അവരാരാണ്? ഇപ്പോഴും നാച്ചുറലാണ്. വീണ്ടും ജനിച്ചിട്ടില്ല, ദൈവാത്മാവിനെക്കുറിച്ച് അറിയത്തില്ല, ബുദ്ധിപരമായിട്ട് കേൾവിക്കുണ്ട്, ഒരു ബന്ധവും ദൈവത്തോടില്ലാത്ത വലിയൊരു കൂട്ടം ജനം വേർപെട്ട വിശ്വാസ കൂട്ടങ്ങളുടെ 4ാം തലമുറയിൽ 5ാം തലമുറയിൽ നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ ലോകമനുഷ്യർ. രണ്ടാമത്തെ ഒരു കൂട്ടരാണ് കാർണൽ മാൻ. തൊട്ട് മുകളിലുണ്ട് ജഡീകൻ. മൂന്നാം അധ്യായത്തിലുണ്ട് ജഡീകന്മാർ, കാർണൽ മാൻ. ആരാ കാർണൽ? അവർ നാച്ചുറൽ മാൻ അല്ല, ലോകമനുഷ്യരല്ല, ദൈവമക്കളാണ്. ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ്, ദൈവജീവനെ പ്രാപിച്ചവരാണ്, ദൈവാത്മാവിനെ പ്രാപിച്ചവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ അവർ ജീവിക്കുന്നത് ജഡത്തിൻ്റെ ശക്തിയിലാണ്. അവർ ആത്മാവിൻ്റെ പ്രമാണത്തിലല്ല ജീവിക്കുന്നത്, ആത്മാവിൻ്റെ നിറവിലല്ല ജീവിക്കുന്നത്, ആത്മാവിൻ്റെ നിയോഗത്തിലല്ല നടക്കുന്നത്. പക്ഷേ അവർ ജീവിക്കുന്നത് അവരുടെ സ്വന്തം ശക്തിയിലാണ്, അവരുടെ സ്വയത്തിൻ്റെ ശക്തിയിലാണ്. അവരുടെ ബുദ്ധിക്കൊത്ത്, മനസ്സിനൊത്ത്, ചിന്തകൾക്കൊത്ത്, വിവേകത്തിനൊത്ത്, വികാരങ്ങൾക്കൊത്ത് അവർ തീരുമാനമെടുത്ത് സ്വന്തം ശക്തിയിൽ ജീവിക്കുന്നു. അവരെ പേരാണ് കാർണൽ മാൻ, ജഡീകൻ. സഭയിൽ ബഹുഭൂരിപക്ഷവും ഈ ഗ്രൂപ്പാണ്. വീണ്ടും ജനിച്ചവരാണ്, ദൈവമക്കളാണ്, ശുശ്രൂഷയുണ്ട്, ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്, അത്ഭുത ശുശ്രൂഷ ഉണ്ടാകാം, പ്രവചനമുണ്ടാകാം, പ്രസംഗമുണ്ടാകാം, ശുശ്രൂഷകന്മാരാകാം, പാസ്റ്ററാകാം, പ്രവാചകനാകാം. പക്ഷേ ശുശ്രൂഷ സമയത്തല്ലാത്ത ബാക്കി എല്ലാ സമയങ്ങളിലും, ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടപ്രകാരം നടക്കും. മനസ്സിനൊത്ത്, ബുദ്ധിക്കൊത്ത്, ചിന്തയ്ക്കൊത്ത്, വികാരത്തിനൊത്ത് തീരുമാനമെടുത്ത് ജീവിക്കുന്നവരുടെ പേരാണ് ജഡീകന്മാർ. ആമേൻ. അതിൻ്റെ പെട്ടെന്നുള്ള പ്രകടനങ്ങളാണ് പക, പിണക്കം, നീരസം. താഴോട്ട് ലിസ്റ്റുണ്ട്. ആ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഹലോ. ഇനി അവിടെ മൂന്നാമത്തെ ആളുണ്ട്, ആത്മീകൻ, സ്പിരിച്വൽ മാൻ. ആരെ സ്പിരിച്വൽ മാൻ? അവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവന് പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, ദൈവാത്മാവൊക്കെ ഉണ്ട്. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനും അവൻ്റെ അകത്തു വന്ന ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്നവനാണ്. ആ ആത്മാവിൻ്റെ നിയോഗത്തിനൊത്തവണ്ണം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ് സ്പിരിച്വൽ മാൻ, ആത്മീകൻ. ജഡീകനോ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ജഡീകൻ. ആത്മീകനോ ആത്മാവിൻ്റെ നിറവിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ. എല്ലാ കാര്യത്തിലും ആത്മാവിൻ്റെ നിയോഗത്തെ ശ്രദ്ധിച്ച് അകത്തു നിന്നുള്ള ആത്മാവിൻ്റെ നീക്കങ്ങളെ തിരിച്ചറിഞ്ഞ് നിയോഗത്തിൽ ഓരോ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നവനാണ് ആത്മീകൻ. അവൻ ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് മാറ്റപ്പെട്ടവൻ ആത്മീകനാണ്. ആ ആത്മീകൻ എന്തുണ്ട്? ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. ക്രിസ്ത്യാനിക്കല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കുമല്ല, ആത്മീകർക്ക്. ആമേൻ. കർത്താവിൻ്റെ മനസ്സ് അവൻ്റെ മനസ്സിൽ തുന്നിച്ചേർക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മനസ്സ്
അവൻ്റെ മനസ്സിൽ ചേർത്ത് പിടിപ്പിക്കുകയാണ്. അവൻ്റെ മനസ്സ് മുഴുവനായി രൂപാന്തരപ്പെട്ട് കാണത്തില്ല. റോമർ 12:2 ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ആത്മീയൻ മനസ്സ് പുതുക്കി മൊത്തമൊന്ന് രൂപാന്തരപ്പെട്ട് കാണത്തില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ പ്രാണനിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് അവൻ ഇടം കൊടുത്തിരിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ശക്തിയോട് അവൻ്റെ പ്രാണനിൽ പരിവർത്തിക്കുന്നത് കൊണ്ട് അവൻ്റെ പ്രാണൻ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ പ്രാണൻ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പ്രാണൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പ്രാണൻ പ്രാണൻ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ചിന്തകളെ പിടിച്ചടക്കാൻ കൃപ ലഭിക്കുന്നു. അവൻ്റെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ക്രമേണ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അവൻ അനുരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവന് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. അവന് മാത്രമേ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളൂ. നമ്മളെപ്പോഴൊക്കെ ആത്മനിറവിലാണോ അപ്പോഴെല്ലാം ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. അടുത്ത ക്ഷണം നമ്മുടെ ആത്മനിറവ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജഡമനസ്സ് വെളിപ്പെടും. ഞാൻ വീണ്ടും പറയാം, നാം എപ്പോഴൊക്കെ ആത്മനിറവിലാകുമോ നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. എപ്പോഴൊക്കെ ആത്മനിറവ് നഷ്ടപ്പെടുമോ നമുക്ക് പിന്നെ ജഡമനസ്സാണ്. അവിടെ ജഡത്തിൻ്റെ ചിന്ത എന്താണ്? ദൈവത്തോട് ശത്രുത്വം. പിന്നെ അവിടെ മരണം അപ്പോൾ അനുഭവിക്കാൻ പറ്റും. എന്താ മരണം? The absence of the life of God. ദൈവജീവൻ്റെ അഭാവം. അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുക, അതാ മരണം. ദൈവജീവൻ്റെ അഭാവമാണ് മരണം. എൻ്റെ ആത്മനിറവ് നഷ്ടപ്പെടുമ്പോൾ, പലവിധമായ കാരണങ്ങളാൽ എൻ്റെ പ്രാണനിൽ ആത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെടുമ്പോൾ ഞാൻ ജഡമനസ്സിൽ വെളിപ്പെടുകയും എൻ്റെ അകത്ത് ജീവനും സമാധാനവും നഷ്ടപ്പെടും. ഇല്ലേ? ആത്മാവിൻ്റെ ചിന്ത എന്താണ്? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം, അത് മരണം കൊണ്ടുവരുന്നു. ഇനി ആത്മാവിൻ്റെ ചിന്ത എന്താണ്? ജീവനും സമാധാനവും. അപ്പം ഞാൻ ജഡമനസ്സിലാണോ ആത്മമനസ്സിലാണോ ജഡികനാണോ ആത്മികനാണോ എന്ന് മൂന്നാമതൊരു വ്യക്തി അറിയത്തില്ലെങ്കിലും എനിക്കറിയാം, എപ്പോഴും അറിയാം. എങ്ങനെ അറിയാം? ജീവനും സമാധാനവും ഉണ്ടോ? ലൈഫ് ആൻഡ് സ്പിരിറ്റ്, ജീവനും സമാധാനവും ഉണ്ടോ? എൻ്റെ പ്രാണനിൽ ജീവനുണ്ടെങ്കിൽ അനുഭവിക്കാൻ പറ്റും. ജീവൻ ചലിക്കുന്നതാണ്. ജീവനകത്ത് ഒത്തിരി നന്മകളുണ്ട്. ദൈവജീവനെക്കുറിച്ച് പറയുക. ദൈവജീവൻ എൻ്റെ പ്രാണനിൽ ചലിക്കുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. യെഹെസ്കേലൊക്കെ പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. ആലയത്തിൻ്റെ പടിയുടെ അടിയിൽ നിന്നും ആ വെള്ളം പുറപ്പെട്ടു, അത് പിന്നങ്ങ് ഒഴുകി നദിയായി, അതിന് ജീവജല നദിയായി പോകുന്ന വഴിക്ക് എല്ലാം എന്താ പഥ്യമായി തീരുന്നു, ചലിക്കുന്ന പ്രാണി ജീവിച്ചിരിക്കുന്നു, സൗഖ്യമാകുന്നു. വലിയ ലിസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് വെളിയിലോട്ട് പോകുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, എൻ്റെ പ്രാണനിലേക്ക് ഒഴുകുന്ന കാര്യം പറയാം. എൻ്റെ ആത്മാവിൽ നിന്നും ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ പ്രാണനിൽ നിറയുമ്പോൾ അവിടെ സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്. അവിടെ എല്ലാം വിശുദ്ധമായി തീരുകയാണ്. അവിടെ ജീവനാണ്. അപ്പോൾ ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാ.
എപ്പോഴൊക്കെ ജീവനും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്നില്ലയോ, ഞാൻ തിരിച്ചറിയണം ഞാൻ ജഡത്തിലാണെന്ന്. എപ്പോഴൊക്കെ ജീവനും സമാധാനവും ഇല്ലയോ, അവിടെ മറിച്ച് ഭാരവും നിരാശയും കോപവും ദേഷ്യവും വഴക്കും കലഹവും പിണക്കവും മറ്റ് നെഗറ്റീവ് ഇമോഷൻസും നിറയുമ്പോൾ ഞാൻ തിരിച്ചറിയണം ഞാൻ ജഡികനാണ്, ജഡത്തിലാണ്, ആത്മാവിലല്ല, ആത്മികനല്ല. എൻ്റെ മനസ്സിപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സല്ല, എൻ്റെ യഥാർത്ഥ ജഡമനസ്സാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാ. അതാകാൻ പറ്റുമോ? പറ്റും. എപ്പോഴാ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എൻ്റെ പ്രാണൻ നിൽക്കുമ്പോൾ എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാ, ക്രിസ്തുവിൻ്റെ പ്രകൃതമാ, ക്രിസ്തുവിൻ്റെ ഭാവമാ. ആമേൻ. അടുത്ത ക്ഷണം കർത്താവ് കാണിച്ചു തരും നിറവില്ലാത്തത്. നിറവില്ലാതിരിക്കുമ്പോൾ എൻ്റെ പ്രാണൻ അശുദ്ധിയെല്ലാം വെളിപ്പെടുകയാണ്. അപ്പോൾ നമുക്കൊരു പുതിയ ഹൃദയം സമ്പാദിക്കുന്നത്, ക്രിസ്തുവിൻ്റെ മനസ്സ് സമ്പാദിക്കുന്നത് ഇൻസ്റ്റൻ്റായി നടക്കും, ഒരു നിമിഷം കൊണ്ട് നടക്കും. എങ്ങനെയാണ്? നമ്മൾ ആത്മാവിൻ്റെ നിറവിലേക്ക് വന്നാൽ, ആത്മനിറവിൽ ആത്മാവിനെ അനുഭവിച്ചാൽ, നിറവിൻ ജീവിതത്തിലേക്ക് വന്നാൽ അനുഭവിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രാണൻ മൊത്തം സൗഖ്യമായിട്ടുണ്ടെന്നല്ല. ദൈവം ഇത് കാണിച്ചു വരുമ്പോൾ നമ്മുടെ പ്രാണനിലേക്ക് വലിയ ആത്മാവിൻ്റെ ഊർജം പ്രാപിച്ച്, തേജസ്സിൻ്റെ അത്യന്ത ശക്തി പ്രാപിച്ച് നമ്മുടെ പ്രാണനെ സൗഖ്യമാക്കാൻ, മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ നാം നിൽക്കണം, ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊത്തിരി പരിജ്ഞാനം വേണം. നമ്മളാദ്യം അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം, ഇതൊക്കെ തിരിച്ചറിയാൻ. ഈ വചനം എത്ര കേട്ടാലും നമുക്ക് തിരിച്ചറിവ് വേണമെന്നില്ല. 10ഉം 20ഉം വട്ടം ഒരു വചനം കേട്ടാലും നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകത്തില്ല. അത്രയ്ക്ക് നമ്മുടെ ബുദ്ധിയിൽ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഞാൻ വർഷങ്ങളായി, 38 വർഷങ്ങളായി കർത്താവിൻ്റെ ശുശ്രൂഷയില്ല, പ്രത്യേകിച്ച് വചനം പഠിപ്പിക്കുന്ന ആൾക്കാരെ കൗൺസിൽ ചെയ്യുന്ന 1 to 1 ഒരു വ്യക്തിയുടെ കൂടെ ഇരുന്ന് ദിവസങ്ങളൊക്കെ സംഭാഷിക്കുന്ന ആളാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നന്നായിട്ട് കുറച്ചൊക്കെ എനിക്കറിയാം. 4-5 പ്രാവശ്യം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇരിക്കുന്നവർക്ക് വചനം കേട്ടാലും അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. അത് മനുഷ്യൻ്റെ കുഴപ്പമല്ല, അവൻ്റെ ബുദ്ധിയിൽ അത്രമാത്രം അണ്ടർസ്റ്റാൻഡിങ്, അത്രമാത്രം തകർച്ചകളുണ്ട്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ സമയം തുടങ്ങി പാരമ്പര്യമായും അമ്മയുടെ ഗർഭത്തിലുണ്ടായ, അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളിലൂടെ, ബാല്യത്തിലുണ്ടാകുന്ന തകർച്ചകളിലൂടെ നമ്മുടെ ബുദ്ധിയൊക്കെ കെട്ടപ്പെട്ടതാണ്, തകർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വചനമൊന്നും നമുക്കോട് സ്വീകരിച്ചാൽ അറിയാമെങ്കിലും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വചനം കേൾക്കാം, അറിയാം, പക്ഷെ ഗ്രഹിക്കാൻ പറ്റത്തില്ല, സൗഖ്യമാകാൻ പറ്റത്തില്ല. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ലംഘനങ്ങളിലൂടെ കടന്നു പോകും. പല വചനങ്ങളും ലംഘിക്കും. അനുസരിക്കാതിരിക്കുമ്പോൾ നമുക്ക് പല കഷ്ടതയുണ്ടാകും, പല തകർച്ചകളുണ്ടാകും, ഹൃദയഭേദകമായ പ്രശ്നമുണ്ടാകും. ശരീരത്തിൽ അതിൻ്റെ ഫലമായി രോഗങ്ങൾ വരും. ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഒട്ടുമിക്ക വ്യക്തികൾക്കും ബോധം വരും,
പെയിൻ ഗീവ്സ് യു അണ്ടർസ്റ്റാൻഡിങ്. വചനം കേട്ടപ്പോൾ എന്തോന്നില്ല, അറിയാമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. അടുത്ത ഘട്ടം എന്തുണ്ടാവും? ചാസ്റ്റൈസ്മെൻറ്റ്, ഡിസിപ്ലിൻ, ശിക്ഷണ നടപടികൾ ദൈവം അനുവദിക്കുമ്പോൾ തകർച്ചയിലൂടെ കടന്നു പോകും, കഠിനമായ ഹൃദയവേദനയിലൂടെ കടന്നു പോകും, ശാരീരികമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ബഹുഭൂരിപക്ഷവും കാര്യം പഠിക്കാൻ തുടങ്ങും. ചില ആൾക്കാരുണ്ട് ഇതെല്ലാം സംഭവിച്ചാലും തിരിച്ചറിയാത്ത ആൾക്കാരുണ്ട്. ഭയങ്കര സങ്കടം അതൊക്കെ. കേട്ടെ, ഭാരപ്പെടരുത്, നാളെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുത് എന്ന് കർത്താവ് തിരുവായ തുറന്ന് പറഞ്ഞില്ലേ? അനുസരിക്കുമോ? ഇല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ അത് തന്നെ ആവർത്തിച്ചില്ലേ? ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആകുല ചിത്തരാകരുത്, നിൻ്റെ സകല ഭാരവും ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളു. ഇതൊക്കെ നമ്മൾ പച്ചവെള്ളം പോലെ മണിമണിയായിട്ട് പറയത്തില്ലേ? നമ്മൾ അനുസരിക്കുമോന്ന്? ഇല്ല. ശിക്ഷണം വരും, ചാസ്റ്റൈസ്മെൻറ്റ്. നീ ഭാരം കൊണ്ട് നടന്നു, പല രോഗമായി, ഡയബറ്റിക്കായി, BP ആയി, അതിന് മരുന്ന് കഴിച്ചു, വേറെ രോഗങ്ങൾ വന്നു, അതാണ്ട് ഇപ്പം കുഴഞ്ഞു കിടക്കുക. ഇപ്പം കാര്യം മനസ്സിലായി, കർത്താവേ നീ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഭാരപ്പെടാതിരുന്നാൽ മതിയായിരുന്നല്ലോ. ഇതേ കാര്യം ഡോക്ടർ പറഞ്ഞത് അല്ലേ? ഡോക്ടറിന് കാശും കൊടുത്ത് 500 രൂപ OP ടിക്കറ്റും എടുത്ത് കാശും കൊടുത്ത് മരുന്നും വാങ്ങിച്ച് പുള്ളി പറഞ്ഞു BPയും ഡയബറ്റിക്കും ഉണ്ട്, വേറെ പല സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്, കിഡ്നിയൊക്കെ അടിച്ചു പോകും, ഭാരപ്പെടരുത്, ടെൻഷൻ എടുക്കരുത്. ഡോക്ടർ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. യേശു പറഞ്ഞപ്പോഴോ? കാശ് കൊടുത്ത് മരുന്നും വാങ്ങിച്ച് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിൽ പല അവയവങ്ങളും അടിച്ചു പോയി. ഡോക്ടർ പറഞ്ഞു നിരാശയും ഭാരവും ടെൻഷനും കൊണ്ട് ഇതൊക്കെ വന്നേന്ന്. അപ്പോൾ പണ്ട് യേശു പറഞ്ഞില്ലേ, അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ, അത് ഘോരം തൊണ്ട പൊട്ടി ചങ്ക് പൊട്ടി ഞാൻ പ്രസംഗിക്കുന്നില്ലേ? അനുസരിക്കും ആരെങ്കിലും? ഇല്ല. ഇതാ മനുഷ്യൻ്റെ ബുദ്ധി, ഇതാ മനുഷ്യൻ്റെ ഹൃദയം, ഇതാ മനുഷ്യൻ്റെ മനസ്സ്. പറ്റത്തില്ല നമുക്ക്. അത്ര പ്രശ്നം നമ്മുടെ അകത്തുണ്ട്. എന്നാൽ ഈ തകർച്ചയിലൂടെ പോകുമ്പോൾ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും പഠിക്കും. അവർ കർത്താവുമായുള്ള ബന്ധത്തിലേക്കും വചനത്തിൻ്റെ അനുസരണത്തിലേക്കും ചേർന്ന് വരും. ഹല്ലേലൂയ. നമുക്ക് വലിയ കൃപ വേണം, വലിയ പരിജ്ഞാനം വേണം. ആത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ പ്രാണനിൽ നിറയണം. ഒന്ന്, ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഹൃദയത്തിൽ തകർച്ചയുള്ളവർ, ഹൃദയത്തിൽ മുറിവുള്ളവർ സൗഖ്യമാകാൻ കർത്താവിനടുക്കൽ വരണം. യെശയ്യാവ് 61. ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടുന്ന യേശു കർത്താവിൻ്റെ അഭിഷേകത്താൽ സൗഖ്യമാകണം. പലരും പറയും, പാരമ്പര്യ കൂട്ടക്കാരൊക്കെ പറയും അതൊന്നും ആവശ്യമില്ലെന്ന്. അവർക്കറിയാത്തതുകൊണ്ട് അവർക്ക് കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഇന്നർ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. യേശു അങ്ങ് ചെയ്തില്ലല്ലോ. സഭയ്ക്കകത്ത് നടക്കേണ്ട വിശുദ്ധീകരണത്തിൻ്റെ ബാലപാഠമാണ് ഹൃദയത്തിൻ്റെ തകർച്ചകളും മുറിവുകളും സൗഖ്യമാകുക. അതിന് യേശുവിൻ്റെ മേൽ എന്തുണ്ട്? അഭിഷേകമുണ്ട്. ഹൃദയത്തിൻ്റെ തകർച്ച, മുറിവ് സൗഖ്യമാകണം. 2, നമ്മുടെ ഹൃദയത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ഒരു കൂട്ടം നെഗറ്റീവ് ഇമോഷൻസ്, നിഷേധാത്മകമായ വികാരങ്ങളുണ്ട്. ഭയം, നിരാശ, ദുഃഖം, സംശയം, കോപം, ആകുലത, കയ്പ്, വെറുപ്പ്, 100 കണക്കിന് കോട്ടകൾ, ഹൈഡിങ് പ്ലേസസ്, പിശാചൻ്റെ മറവിടമകത്തുണ്ട്. ഇതെല്ലാം വചനത്താലും ആത്മശക്തിയാലും നമ്മൾ ഡീൽ ചെയ്യണം. ഭയമുണ്ടെങ്കിൽ ഭയത്തെ ശത്രുവായി കാണണം. ഭയം എന്താണ്? ഭയം ശത്രുവാണ്. ആമേൻ. ദുഃഖം ശത്രുവാണ്.
സംശയം ശത്രുവാണ്, കോപം, കയ്പ്, വെറുപ്പ്, നീരസം, പക, പിണക്കം, ഇതെല്ലാം പിശാചിൻ്റെ മറവിടങ്ങളാണ്, ഹൈഡിങ് പ്ലേസസ് എൻ്റെ പ്രാണന് കിടക്കുക. അതിന് വചനം സ്വീകരിച്ച് ആത്മാവിൻ്റെ അത്യന്ത ശക്തി സ്വീകരിച്ച് ആ മറവിടങ്ങളെ, കോട്ടകളെല്ലാം ഇടിച്ചു കളഞ്ഞ് അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വീകരിക്കണം, ക്രിസ്തുവിൻ്റെ സമാധാനം, ക്രിസ്തുവിൻ്റെ ആശ്വാസം, ക്രിസ്തുവിൻ്റെ സന്തോഷം, ക്രിസ്തുവിൻ്റെ സമാധാനം, ആ സ്വസ്ഥതകൾ എല്ലാം സ്വീകരിച്ച് എൻ്റെ ഹൃദയം സൗഖ്യമാകണം. ആമേൻ. ഇനി എൻ്റെ മനസ്സുണ്ടല്ലോ, ചിന്ത, എന്നെ നോക്ക്, മനസ്സ്, അതിനകത്തെ തെറ്റായ അറിവുകൾ ധാരാളമാണ്. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ച. അത് മാത്രമേ എൻ്റെ ബുദ്ധിയിലുള്ളൂ. അത് മൊത്തം ഇടിച്ചു കളയാൻ വചനം സ്വീകരിക്കണം, ആത്മാവിനെ സ്വീകരിക്കണം. ഇനി ഇതിനകത്ത് സങ്കല്പങ്ങളുണ്ട്. ഭയങ്കര തമാശയാണ്. അതായത് നമുക്ക് പുലബന്ധമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടുവന്ന് അങ്ങ് സങ്കല്പിക്കും. നമുക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടുവന്ന് മനസ്സിൽ വെച്ചിട്ട് പിന്നെ വലിയൊരു മൂവി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ വിവരിച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് വിവരിക്കാത്തത്. നാമോടൊരു ബന്ധമില്ലെങ്കിലും ഒരു സാധനം കൊണ്ട് അകത്ത് വെച്ചിട്ട് അങ്ങ് സങ്കല്പിക്കും. അത് നമ്മുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടതായിരിക്കും. ചിലത് മോഹമായിരിക്കാം, ചിലത് കോപമായിരിക്കാം, വഴക്കായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തായിരിക്കാം. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾക്ക് ആർക്കും കുഴപ്പം വരാത്ത ഉദാഹരണം പറയാം. സമ്പത്ത്. നിങ്ങളുടെ ഒന്നുമില്ല, പണമൊന്നുമില്ല, കാലടിച്ച് നടക്കുക. പക്ഷെ നിങ്ങളുടെ അകത്ത് പൈസ വലിയ ബിസിനസ് ചെയ്ത് അംബാനി, അദാനി അവരൊക്കെ തോൽപ്പിച്ച് ആ ലെവലിലുള്ള വലിയൊരു വളർച്ച ചില നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ മോഡിയെ നീക്കം ചെയ്ത് നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. കേരളത്തിൽ നിങ്ങൾ മുഖ്യമന്ത്രിയാകുന്നു. എന്തൊക്കെ പ്ലാൻ ചെയ്യും? നിമിഷം കൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയായി, പ്രധാനമന്ത്രിയായി. വേണമെങ്കിൽ നിങ്ങൾ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകും. നോക്കി, സങ്കല്പങ്ങൾ ഇത്രയും ഇത് മാത്രം ഗ്രഹിച്ചു. ബാക്കി പിന്നെ അശുദ്ധമായ സങ്കല്പങ്ങളുണ്ട്. എന്തോ ഒരു സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പത്തിൻ്റെ ഒരു ചിന്ത അകത്ത് വരുമ്പോൾ നിൻ്റെ ആത്മനിറവ് നഷ്ടപ്പെടും. നമ്മൾ ആത്മനിറവിനെ കുറിച്ച് ഒത്തിരി പഠിക്കേണ്ട ആവശ്യമുണ്ട്. സങ്കല്പങ്ങൾ, ചിന്തകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ തരത്തിലുള്ള മനസ്സിനെ ബാധിക്കുന്ന സകല ചിന്തകളെയും സങ്കല്പങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം എന്ന കാര്യം പറഞ്ഞു വരിക. ഇപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് വലിയൊരു അധ്വാനമുണ്ട്. ദൈവത്തിന് മാത്രം ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്കറിയാം. പക്ഷെ എനിക്ക് ചില വാക്യങ്ങളുണ്ട്. ഭയത്തോടും വിറയലോടും കൂടെ നിൻ്റെ രക്ഷ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. എന്നോട് പറയുക, ഭയത്തോടും വിറയലോടും കൂടെ എൻ്റെ രക്ഷയെ പ്രാവർത്തികമാക്കുന്ന ഇത്യാദി കാര്യങ്ങളിൽ ഞാൻ ഇടപെടുമ്പോൾ പിന്നെ ദൈവം എൻ്റെ പ്രവൃത്തിയും എൻ്റെ ഇച്ഛയും ഏറ്റെടുത്ത് ഈ പ്രവൃത്തി എന്നിൽ പൂർത്തീകരിക്കും. ദൈവത്തിന് ചെയ്യാൻ പറ്റൂ. പക്ഷേ എൻ്റെ 100% പങ്കാളിത്തമില്ലെങ്കിൽ, 100% സമർപ്പണമില്ലെങ്കിൽ ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ സൗഖ്യമാക്കാനോ എൻ്റെ അകത്തുള്ള പിശാചിൻ്റെ മറവിടങ്ങളെ തകർത്ത് എന്നെ സൗഖ്യം വിടുവിക്കാനോ എൻ്റെ മനസ്സിനെ പുതുക്കാനോ ഈ പറഞ്ഞ സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഒന്നും പിടിച്ചടക്കി എന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. അത്രമാത്രം എൻ്റെ സമർപ്പണം ദൈവത്തിനാവശ്യം. ഞാൻ അവനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കണം. നോക്കിയേ,
എൻ്റെ ഒരേ ഒരു ലക്ഷ്യം അല്ല, നമ്മളെ എല്ലാവരും വിളിച്ച ഒരേ ഒരു ലക്ഷ്യം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുക എന്നത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം എന്താ? ഇവിടെ വീട് വെക്കുന്നതും വണ്ടി വാങ്ങിക്കുന്നതും പഠിക്കുന്നതും ഉദ്യോഗം നേടുന്നതും അതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അതെല്ലാം നടന്നോട്ടെ, അതൊക്കെ അങ്ങ് സ്വാഭാവികമായി നടക്കും. അതിനൊന്നും വലിയ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. എന്നെ കർത്താവ് വിളിച്ചത് യേശുവിനെ പോലാകാനാ. അത് അവൻ ചെയ്യും. പക്ഷേ പാറയെ പിളർത്തി തീക്കൽ പാറയിൽ നിന്നും ജലം പുറപ്പെടുവിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ല. മോശയുടെ ഹൃദയത്തെ സൗഖ്യമാക്കണമെങ്കിൽ, മോശയുടെ കോപത്തെ മാറ്റണമെങ്കിൽ അത്രയും വലിയ ആഗ്രഹം മോശയ്ക്കുണ്ടായി. അത്രയ്ക്കും സമർപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ മോശയുടെ ഹൃദയത്തെ പണിയാൻ പറ്റുകയുള്ളൂ. എൻ്റെ വിൽ, എൻ്റെ സ്വയം, എൻ്റെ ഇച്ഛ അത് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ പ്രാണനെ നേടാൻ പറ്റത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാണനെ നേടുന്ന ശുശ്രൂഷയാണ്. ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് പറയുന്നു. ഈ ദിവസങ്ങളിൽ ഈ പരിജ്ഞാനം ദൈവം ആഗമാന ദൈവസഭയ്ക്കകത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവും അഭിഷേകവും അന്യഭാഷയും ശുശ്രൂഷയും കൃപാവരങ്ങളും അല്ല ഇപ്പോൾ അനേകർ ശുശ്രൂഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മുടെ പ്രാണനിൽ, നമ്മുടെ മനസ്സിൽ ചേർത്ത് പണിയാൻ കർത്താവ് അക്ഷീണം നമ്മിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാണ് അവൻ്റെ തേജസ്സിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ പ്രാണനിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ സഭയ്ക്ക് വലിയൊരു നിയോഗമുണ്ട്. നിങ്ങളുടെ വീഴ്ചകളെക്കുറിച്ചും താഴ്ചകളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും അശുദ്ധികളെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ ഒത്തിരി അങ്ങ് സങ്കടപ്പെടേണ്ട. കർത്താവിന് നിങ്ങളുടെ അവസ്ഥ അറിയാം. ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥനയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എൻ്റെ ഈ പ്രാണൻ്റെ തകർച്ചയ്ക്കും എൻ്റെ ഈ മനസ്സിൻ്റെ അവസ്ഥകൾക്കും ഒന്നും കാരണക്കാരൻ ഞാനല്ല. നീ എന്താ ഇങ്ങനെയൊക്കെ ഇടപെടുന്നത്? എൻ്റെ മനസ്സ് ഇങ്ങനെ വന്നത് ഞാൻ നിമിത്തമാണോ? ഞാൻ എൻ്റെ അപ്പനും അമ്മയും കുറ്റം പറയും. എൻ്റെ അപ്പനും അമ്മയും പുറകോട്ട് പോയി അവരപ്പനും അമ്മയും കുറ്റം പറയും. അവർ പുറകോട്ട് ഇറങ്ങി അവരപ്പനും അമ്മയും കുറ്റം പറയും. ഇതെല്ലാം ഞങ്ങൾക്ക് ജന്മനാ ലഭിച്ചതാ. ആ കുറ്റം പറച്ച് എവിടെ വരെ ചെല്ലും? ആദമിൽ വരെ ചെല്ലും. ഈ പരിപാടി നടക്കത്തില്ല, വേഗം എന്നെ സൗഖ്യമാക്കിക്കോണം. എൻ്റെ കുഴപ്പം കൊണ്ടല്ല എൻ്റെ മനസ്സ് ഇങ്ങനെ ആയത്. ഇത് ഉപദേശമല്ലേ? പ്ലീസ്, ഇത് ഉപദേശമല്ലേ? ഞാനും ദൈവവുമായിട്ടുള്ള വാദങ്ങളാ. നീ പറയും പാപം ചെയ്യില്ലെന്ന്. എടാ, എനിക്ക് പാപം ചെയ്യണ്ട, ചെയ്തു പോവുകയല്ലേ. കമോൺ. നീ പറയുന്നു നിന്നെ അനുസരിക്കാൻ. എനിക്ക് അനുസരിക്കാൻ ഇഷ്ടമുള്ളൂ, പക്ഷെ എൻ്റെ മനസ്സ് എൻ്റെ വഴി നിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒത്തിരി ഉപദേശമൊന്നും പറയാതെ കൃപയാൽ എൻ്റെ പ്രാണനെ സൗഖ്യമാക്കണം. ഇത് ഞാനും ദൈവവുമായ സംഭാഷണമാണ്, ഉപദേശമല്ല. സത്യമല്ല ഞാൻ പറഞ്ഞത്? യെസ്, നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ വേഗത്തിൽ സൗഖ്യമാക്കും. ദൈവത്തിന് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തണം. ഏകജാതനായ പുത്രനെ വെളിപ്പെടുത്തുന്നത് നമ്മിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാണൻ സൗഖ്യമായ പറ്റൂ. പ്രാണൻ വിടുവിക്കപ്പെട്ടേ പറ്റൂ. അത് തിരിച്ചറിയാൻ, എൻ്റെ അകത്തുള്ള കുറവുകളെ തിരിച്ചറിയാൻ എനിക്ക് ഭയങ്കര സമർപ്പണം വേണം.
വലിയ പരിജ്ഞാനം വേണം. പരിജ്ഞാനമില്ലെങ്കിൽ നമുക്ക് പലതും മനസ്സിലാകത്തില്ല. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ തുടങ്ങണം, സമർപ്പിക്കാൻ തുടങ്ങണം. നമുക്ക് ആദ്യം വേണ്ടത് പരിജ്ഞാനമാണ്. എൻ്റെ അവസ്ഥ എന്താണെന്ന്, എൻ്റെ പ്രാണൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. തിരിച്ചറിയാൻ കഴിയാത്ത അളവിൽ എൻ്റെ ബുദ്ധിക്ക് കുഴപ്പമുണ്ട്. പാപത്താൽ എൻ്റെ ബുദ്ധി തകർന്നിരിക്കുക. എനിക്ക് ദൈവിക പരിജ്ഞാനം വേണം. അതുകൊണ്ടാണല്ലോ അവൻ ആത്മാക്കൾക്ക് പല പേരിട്ടിരിക്കുന്നത്. പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ബുദ്ധിയുടെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, യഹോവ ഭയത്തിൻ്റെ ആത്മാവ്. ഇതെല്ലാം നമ്മുടെ മനസ്സും ബുദ്ധിയുമായിട്ട് ഇടപെടുന്ന ആത്മാവല്ലേ? ശലോമോൻ രാജാവ് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് ജ്ഞാനം വേണം, കാര്യങ്ങൾ തിരിച്ചറിയാൻ ജ്ഞാനം വേണം. നമുക്ക് ലോകത്തിൻ്റെ ശലോമോനെ പോലെ വലിയ മറ്റ് ജ്ഞാനമല്ല, അത് ലഭിച്ചില്ലെങ്കിലും പോട്ടെ, നമുക്ക് നമ്മുടെ അകത്തുള്ള തകർച്ചകളെയും പാപങ്ങളെയും അശുദ്ധികളെയും ദൈവത്തിൻ്റെ കാര്യപരിപാടികളൊക്കെ തിരിച്ചറിയാൻ ജ്ഞാനം വേണം. അത് ചോദിക്കണം. ഇനി നമുക്ക് ഈ ദിവസങ്ങളിൽ എല്ലാവരും അതാ പ്രാർത്ഥിക്കണം. പരിജ്ഞാനത്താ, ജ്ഞാനന്താ, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ബുദ്ധിയുടെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ദൈവഭയത്തിൻ്റെ ആത്മാവിനെ താ എന്ന് പറഞ്ഞ് നാം ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. ഇപ്പം പ്രാണനിൽ അശുദ്ധിയെല്ലാം കാണിച്ചു തരും, ഒന്നൊന്നായി വെളിപ്പെടുത്തും. വചനം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ശക്തി, the power of his glory, അത് അത്യന്തം അനവധിയായി തന്നുകൊണ്ടിരിക്കും. യെസ്, ദൈവം അങ്ങനെ പറഞ്ഞതല്ലേ, അതവൻ്റെ പാറ്റേൺ അല്ലേ, തരാതിരിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ തരാതിരിക്കാൻ പറ്റുമോ? നാം ചോദിക്കുന്നത് നമ്മുടെ പ്രാണൻ സൗഖ്യമാകാൻ വേണ്ടിയാ, പൂർണ്ണ സഹിഷ്ണുതയും ദീർഘക്ഷമയും ഉണ്ടാകാൻ വേണ്ടി ചോദിക്കുന്നത്. അത് നിരന്തരമായി ചോദിക്കുമ്പോൾ, അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ, ആ ശക്തി പകർന്ന്, വചനം പകർന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ സൗഖ്യമാക്കും. എല്ലാ പിശാചിൻ്റെ കോട്ടകളെയും മറവിടങ്ങളെയും ഇടിച്ചു കളയും. നമ്മുടെ മനസ്സിനെ പുതുക്കും. ആത്മദേഹി ദേഹത്തെ ശുദ്ധീകരിക്കും. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമുക്ക് പുതിയ ഹൃദയമുണ്ട്, നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാ. ആത്മീയന് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. ആത്മാവിൽ നടക്കുന്നവന്, ആത്മനിറവുള്ളവന് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. നമുക്ക് ആഴത്തിൽ ഒരു സൗഖ്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നാം ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയല്ല. ചോദിച്ചു, അത് കുഴപ്പമില്ല, അത് അവൻ ദൈവം തരും. കുടുംബ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പ്രാണന്റെ പ്രശ്നവുമായി നോക്കുമ്പോൾ അതൊക്കെ ചെറുതല്ലേ? നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ പിതാവിൻ്റെ കൂടെ അവൻ്റെ ഭവനത്തിൽ അവൻ്റെ തേജസ് പ്രാപിച്ച് ജീവിക്കുന്ന നിത്യ ജീവന്റെ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണത്തില്ലയോ? ഈ ലോകം എത്ര ചെറുതാ, ലോകത്തിൻ്റെ വിഷയങ്ങൾ എത്ര ചെറുതാ, ലോകം തരുന്ന കഷ്ടങ്ങൾ എത്ര ചെറുതാണെന്ന് നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവ തേജസ് വിചാരിച്ചാൽ മാത്രം മതി. നമ്മുടെ കണ്ണ് തുറക്കട്ടെ, നമുക്ക് പരിജ്ഞാനം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ വലിയ പദ്ധതിക്ക് വേണ്ടി വിളിച്ചിരിക്കുക. യേശുവിനെ പോലാകാൻ വിളിച്ചിരിക്കുക. ലോകം അത് കണ്ടില്ലെങ്കിലും അവർക്ക് മനസ്സിലായില്ലെങ്കിലും അതിനകത്താനന്ദിക്കുന്ന ഒരു പിതാവുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളൊക്കെ പേരൻസ് ആണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ
നമ്മൾ ഇച്ഛിക്കുന്ന പോലെ അനുസരണത്തിൽ ദൈവകൃപയിൽ വളരുമ്പോൾ, അവർ പലതും അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വലിയ സന്തോഷവും ആനന്ദമുണ്ടാകും. എൻ്റെ അകത്ത്, നിങ്ങളുടെ അകത്ത് നടക്കുന്ന പുത്രത്വത്തിൻ്റെ രൂപാന്തരം ലോകം തിരിച്ചറിയത്തില്ലായിരിക്കാം. അവർക്ക് നീ മോശനും പൊട്ടനുമായിരിക്കാം. പക്ഷെ നിന്റെ മാറ്റം കണ്ട് ആനന്ദിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. നിന്റെ മാറ്റം കണ്ട് സന്തോഷിക്കുന്ന, നിന്റെ അനുസരണം കണ്ട് സന്തോഷിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. അത് കാണുമ്പോൾ അവൻ അവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവനും പുത്രനും പിതാവ് ഒരുമിച്ചിങ്ങി വന്ന് നിന്റെ കൂടെ വസിക്കുമെന്ന്. അതല്ല വചനം പറഞ്ഞത്? നാം പുത്രന്റെ എല്ലാ വചനവും അനുസരിച്ച് പുത്രനെ സ്നേഹിക്കുമ്പോൾ പിതാവ് നമ്മെ സ്നേഹിച്ച് പിതാവും പുത്രനും വന്ന് നമ്മുടെ കൂടെ താമസിക്കുമെന്ന്. സ്വർഗം നമ്മുടെ കൂടെ ആകും. സ്വർഗം നമ്മുടെ അകത്താകും. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടതയും പരിഹാസവും നിന്നയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ മുകളിൽ പിതാവിനെ അനുഭവിച്ച്, പുത്രനെ അനുഭവിച്ച്, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച സ്വർഗീയമായ അനുഭവങ്ങളിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ആത്മമണ്ഡലങ്ങൾക്ക് നമ്മൾ ചർച്ചാ വിഷയമാകും. അത് തിരിച്ചറിയുന്ന മറ്റൊരു കൂട്ടക്കാരുണ്ട്. വീണുപോയ ദൂതന്മാർ, ദുരാത്മാക്കൾ. ആത്മമണ്ഡലം നമ്മളെ കണ്ട് ആശ്ചര്യം കൂറും. ഓ, യേശുവിനെ പോലെ ഇതാ മറ്റൊരു പുത്രൻ നടക്കുന്നു. യേശുവിനെ പോലെ ഇതാ മറ്റൊരു പുത്രി നടക്കുന്നു. നാലാഞ്ചിറയിൽ മാർക്കറ്റ് കൂടെ നടക്കുമ്പോൾ ആത്മമണ്ഡലം കുശുകുശുക്കും. ആത്മമണ്ഡലം സംസാരിക്കും. കണ്ടോ കണ്ടോ കണ്ടോ, യേശുവിനെ പോലത്തെ ഒരു മകൾ അവിടെ നടക്കുന്നു. യേശുവിനെ പോലത്തെ ഒരു മകൻ നടക്കുന്നു. അത് സ്വർഗമണ്ഡലങ്ങളിൽ ചർച്ചാ വിഷയമാകും. ദൂതന്മാരുടെ മുമ്പിൽ നീ ഒരു ചർച്ചാ വിഷയമാകും. യെസ്, ഇരുട്ടിന്റെ ആത്മമണ്ഡലങ്ങളിൽ നീ ഒരു ചർച്ചാ വിഷയമാകും. ദൂതന്മാരുടെ മധ്യത്തിൽ നീ ഒരു ചർച്ചാ വിഷയമാകും. യേശു നടക്കുന്നു ഭൂമിയിൽ. യേശുവിൻ്റെ സ്വരൂപമുള്ളവർ നടക്കുന്നു ഭൂമിയിൽ. അതാണ് പിതാവിന് ആവശ്യം. യെസ്, നമ്മളെ വിളിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല, യേശുവിനെ പോലാകാൻ വേണ്ടിയാ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. നമുക്കൊരു പുതിയ ഹൃദയം അവൻ തന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ അവൻ പരിച്ഛേദന കഴിക്കുകയാണ്. നമ്മൾ ആത്മീയരാക്കുകയാണ്. നമ്മളിനി ജഡികന്മാരല്ല. അതിൻ്റെ കൃപയും ശക്തിയും, വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ ജീവനും വെളിപ്പാടുകളും നമ്മുടെ അകത്തു തന്ന് നമ്മെ യേശുവിനെ പോലെ ആക്കുന്ന കാര്യപരിപാടിയാ. പ്രിയമുള്ളവരെ, ഇന്ന് മടങ്ങി വാ, സമർപ്പിക്ക. വചനം കേൾക്കാൻ കൃപ ചോദിക്ക, പരിജ്ഞാനം ചോദിക്ക, ആത്മശക്തി ചോദിക്ക, ആത്മനിറവിനെ ചോദിക്ക, പൂർണ്ണ സഹിഷ്ണുത ചോദിക്ക, ദീർഘക്ഷമ ചോദിക്ക, ദൈവ തേജസ്സിന്റെ അത്യന്ത ശക്തി ചോദിക്ക. നമ്മുടെ 100% പങ്കാളിത്തം ദൈവത്തിന് ആവശ്യമാണ്. നമ്മുടെ 100% സഹകരണം ആവശ്യമാണ്. അവൻ വേഗത്തിൽ നമ്മെ പണിതെടുക്കും. വേഗത്തിൽ നമ്മൾ സൗഖ്യമാക്കും. നമ്മെ യേശുവിനെ പോലാക്കി തീർക്കാൻ പിതാവിന് വെമ്പലുണ്ട്. ഓ റാശാന്താനാസി ചോദിക്കും, എന്താ താമസിക്കുന്നത്? എന്താ വൈകുന്നത്? ഇല്ല, വൈകിട്ടില്ല. ദൈവത്തിൻ്റെ സ്പെഷ്യൽ ജ്ഞാനത്തിലാണ് നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നീ ചോദിക്കുന്നുണ്ടല്ലോ, കർത്താവ് എന്തുകൊണ്ടായി പണി നടക്കാത്ത? താമസം എന്താ? ഞാൻ സമർപ്പിച്ചല്ലോ. താമസിച്ചിട്ടില്ല. കർത്താവ് അവൻ്റെ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, നിന്നെ അത് ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി അവനോട് കാര്യങ്ങൾ പറയുന്നവർ. ദൈവത്തിൻ്റെ കോടതിയിൽ, അവൻ്റെ വിശുദ്ധ സഭയിൽ വിശുദ്ധന്മാരുടെ കൂട്ടമുണ്ട്.
ദൈവം ആലോചന കഴിക്കുന്നവർ. ദൈവത്തിന് ആരുടെയും ആലോചന വേണ്ട, പക്ഷേ അവൻ അങ്ങനെ ക്രമീകരണം വെച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന അവൻ്റെ ആലോചന സഭ ഉണ്ട്. അത് ഈ ഭൂമിയിൽ നിന്നും അങ്ങോട്ട് പോയ വിശുദ്ധന്മാരുടെ സഭയുണ്ട്. അവരുമായി ദൈവം ആലോചന കഴിക്കും. അത് തന്നെയാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവനോട് ആലോചന പറയാൻ തക്ക പാകത്തിൽ അവന് നമ്മുടെ കൗൺസിൽ വേണ്ടതുകൊണ്ടല്ല, അതവൻ്റെ ക്രമീകരണമാണ്. അങ്ങനത്തെ ഒരു പദവിയിലേക്ക് ദൈവം നിന്നെ ഉയർത്തിയ, ദൈവത്തിൻ്റെ ജനറൽസ് എന്ന പദവിയിലേക്ക്, അവൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ, ആലോചന സഭയിൽ നിൽക്കുന്നവരെന്ന കൂട്ടത്തിലേക്ക് നിന്നെ ഉയർത്തുകയാണ് കർത്താവ്. അവന് സമയമെടുക്കട്ടെ, അവൻ പണിയട്ടെ, അവൻ ചെത്തട്ടെ, അവൻ വെടിപ്പാക്കട്ടെ. കായ്ക്കുന്നത് ഏറെ ഫലം കായ്ക്കാൻ ഏറെ ചെത്തട്ടെ. യെസ് യെസ്, ചെത്തി വെടിപ്പാക്കട്ടെ, വേദനിക്കട്ടെ, തകരട്ടെ. ഓ ഓ, സങ്കടങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവേ, ഈ വേദന കൂടുതലാണ്, ഈ ഞെരുക്കം കൂടുതലാണ്, ഈ തകർച്ച വലുതാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓ, കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞോ. പക്ഷെ അവൻ നിന്നെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക, നിന്നെ പണിതുകൊണ്ടിരിക്കുക, നിന്റെ പ്രാണനിൽ തറച്ചു കിടക്കുന്ന മുള്ളുകളെ പിഴുതുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രാണനിൽ ദൈവത്തിൻ്റെ കരം വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ ജ്ഞാനം ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിന്റെ ബ്രെയിൻ, നിന്റെ മെമ്മറീസ് ഒക്കെ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഓ മാഥാനോ റോസിയ മാഥായോ